കലക്ക് കണ്ടോ? ഓ അവിടെ ബിസിനസ് ആയിരുന്നു അല്ലേ? യെസ്, I have been in Singapore for a long time. Oh, I see. എന്താ അത്? You know, Mr. Narayan, how deeply they are loving. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? അത് തന്നെ. Agreed? Agreed. അച്ഛൻ പറഞ്ഞ ശരിയാ, അയാള് കലക്കി. ഈ ഒറിജിനേക്കാളും കൊള്ളാം ആ ഡ്യൂപ്ലിക്കേറ്റ്. ഓ, രക്ഷപ്പെട്ടു. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നീ ചെല്ലടാ പൊട്ടി ആദ്യം ഇംഗ്ലീഷ് അത് പറഞ്ഞു. കഴിഞ്ഞ നാളത്തെ പറഞ്ഞ ഡയലോഗായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് തന്തയും വേണ്ടി തട്ടിയതാ. ഞായി ഇപ്പൊ കല്യാണം മുടക്കുന്നതിന് പകരം നീ അതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിച്ച പിന്നെ എഗ്രീഡെന്നും പറഞ്ഞ് കൈ കൊടുത്തെന്തിനാ? എഗ് എന്ന് പറഞ്ഞ മുട്ട. അപ്പൊ എഗ്രീഡ് എങ്ങനെ കല്യാണമാകും? വെഡിങ് അല്ലേ കല്യാണം? ഞാൻ വിചാരിച്ചു വല്ല ഓംലേറ്റും വേണമെന്ന് ചോദിച്ചാണെന്ന്. ഒരെണ്ണം അങ്ങ് തന്നാലുണ്ടല്ലോ. ഓംലെറ്റ്. പ്രശ്നമില്ല, ഞാനില്ല നിന്റെ കൂടെ. ഹലോ. Hello. ആശാന്റെ ഭാര്യയല്ലേ ഇത്? ഈശ്വര. ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റർ സംസാരിക്കാനുണ്ടായിരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? അതെ, എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. കാര്യങ്ങളൊക്കെ ഞാനും ഇദ്ദേഹവും സംസാരിച്ചു. വിവാഹകാര്യമല്ലേ പറയുന്നത്? അതെ. അതിന് ഇദ്ദേഹത്തിന് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി. ഒരമ്മയ്ക്കും മകൻ തനിയെ പിറക്കുന്നില്ല. അതിൽ ഭർത്താവിനുള്ള അഗീതവുമായ പങ്ക് നീ വിസ്മരിക്കരുത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ലക്ഷ്മിക്കുട്ടി. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വന്തം കുടുംബത്തിലെ താളപ്പിഴകൾ എന്റെ ഉമ്മറത്തെ ലലക്ക് വെളുപ്പിക്കേണ്ടത് ഇയാൾക്കെന്താ വട്ടാണോ? വട്ട് 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 തന്നെ തണ്ടക്കാടി. മൂന്ന് കാമുകിമാരും രണ്ട് തന്തമാരും. എന്തിനാ കുറച്ചത്? 5-6 തള്ളമാരെ കൂടെ കൊണ്ടുവരായിരുന്നല്ലോ. അതിന് നീ ഒരെണ്ണം മതിയല്ല, 6 എണ്ണത്തിന് തുല്യമല്ലേ? ദേ, ഭർത്താവാണെന്നൊന്നും ഞാൻ ഓർക്കൂല. അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ദേ, എരപ്പാളി, ഇവിടെ വാടാ. ഇനി എന്റെ ഭർത്താവാണ് ഇവന്റെ തന്തയാണെന്നൊക്കെ നീ എവിടെങ്കിലും വിളമ്പിക്കൊണ്ട് നടന്നാൽ ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും. എന്താ? അങ്ങനെ ഈ റോളും നഷ്ടമായി. വീണ്ടും